മലപ്പുറത്തുള്ള ഈ മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ഒത്തിരി പേര് ശനിയാഴ്ച ശുശ്രൂഷകളിൽ വരുന്നുണ്ട്. അതിൽ ചെറിയൊരു ശതമാനം ആളുകളെങ്കിലും എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അച്ഛാ, പണ്ടത്തെ പോലെയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അച്ഛാ, പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോവുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ ഒരു തീഷ്ണത കിട്ടുന്നില്ല. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, മാതാവിന്റെ മുന്നിലിരിക്കാൻ പറയും. നിത്യസഹായ മാതാവാണ് ഇവിടുത്തെ ഞങ്ങളുടെ സംരക്ഷക. അപ്പൊ മാതാവിന്റെ മുന്നിൽ ഇരുന്ന് മാതാവിലൂടെ ഈശോയിലേക്ക് ചെല്ലാൻ പറയും. പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ ഇരുന്ന പരിശുദ്ധ അമ്മ പ്രിൻസിപ്പളാ അല്ലെങ്കിൽ ടീച്ചറാ. പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു മറ്റു വിശുദ്ധർക്കൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു തരുന്ന ഒരാളാ, പ്രാർത്ഥനയിൽ ജ്വലിക്കാൻ പഠിപ്പിച്ചു തരുന്ന ഒരാളാ പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 ഇപ്രകാരം വായിക്കുമല്ലോ: വീടിന്റെ മുകളിലത്തെ നിലയിൽ അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഉണ്ടോ? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പ്രാർത്ഥിക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക ഉണർവും അഭിഷേകവും തരും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:1 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോഴാ പരിശുദ്ധ അമ്മയെ പ്രാർത്ഥന ഗൈഡ് ചെയ്യണേ. ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപങ്ങളിൽ അവരിലേക്ക് വന്നു. വീണ്ടും പരിശുദ്ധ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ എലിസബത്തിന്റെ അടുത്തേക്ക് ചെന്ന് പരിശുദ്ധ മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവിനാൽ ഇരുവരും നിറഞ്ഞു എന്നാ പറയണേ. അപ്പൊ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നേ. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായതുകൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും പറ്റും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാം. പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം: പരിശുദ്ധ അമ്മേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.